ഹായ് പി കെ. പൊന്നു കുഞ്ഞു, നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ കുറച്ച് അകലെയുള്ള ഒരു പാടത്തിലേക്കാണ് വന്നത്. പക്ഷെ ഇവിടെ മഴയായോണ്ട് ഫുള്ള് വെള്ളമായി. മഴക്കാലത്ത് ഫുള്ള് വെള്ളം. കൂടെ മഴ ചാർന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ടില്ലേ? ഓൾറെഡി എല്ലാവർക്കും ഉണ്ട് ജലദോഷം, ചുമ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ വീണ്ടും മഴ. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ ഒരു സാധനം ഇട്ടിരിക്കുന്നുണ്ട് അല്ലേ? അതെന്താ ഐറ്റം? നമ്മുടെ തൃശ്ശൂര് മധുര റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ടീ കടയിൽ നിന്ന് വാങ്ങിച്ചതാണിത്. അങ്ങനെ നമ്മൾ മധുര റെസ്റ്റോറൻറ്റല്ലല്ലോ, തൊട്ടിപ്പുറത്തെ ടീ കടയിൽ നിന്ന് വാങ്ങിച്ച പഴം വരട്ടിയതല്ലേ നമ്മൾ കഴിക്കാൻ പോകും. നമ്മളല്ല, പൊന്നും കുഞ്ഞും കഴിക്കാൻ പോവാ. കുഞ്ഞും കഴിക്കുമോ? ഇല്ല, കുഞ്ഞിന് അത്ര ഇഷ്ടമില്ല ഉള്ളത്. ഇഷ്ടമില്ല. അപ്പോൾ നമ്മളത് എടുക്കുന്നു, കഴിക്കുന്നു. എടുത്തോ. പൊന്നം കഴിക്കുന്നു. ആദ്യം ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം. എങ്ങനെയുണ്ട്? കഴിച്ചിട്ടില്ലല്ലോ, അപ്പോഴേക്കും കഴിച്ചു. അടിപൊളിയായിട്ടല്ലേ? എനിക്കിഷ്ടായിട്ടാ. ഞാനിവിടെ ലേശം കഴിച്ചു തുടങ്ങി. എന്തൊക്കെയുണ്ട്? പഴം, പഴമുണ്ട്, നെയ്യുണ്ട്, തേങ്ങ ഉണ്ട്, മുന്തിരി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. പഴം ഉണ്ട് എന്തായാലല്ലേ? കുഞ്ഞിന്റെ തഗ്. എന്താണ്? പഴണ്ട്. അടിപൊളിയാ. നല്ല രസമുണ്ട്. ചളി എന്നൊക്കെ പറയുന്നത് അല്ലേ? പിന്നെ അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം വീടിന്റെ അടുത്തുള്ള ഒരു പാടാണ്. പക്ഷെ ഇപ്പോൾ നിറച്ച് വെള്ളമാണ്. പുഴ. ഇപ്പൊ പുഴയായി. പാടം മാറി പുഴയായി. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ഇന്ന് വായനാ ദിനമായിരുന്നു അല്ലേ? അന്നത്തെ പ്രത്യേകത വായനാ ദിനം. അപ്പോൾ വായനാ ദിനത്തിൽ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചു? കുഞ്ഞിന്റെ ക്ലാസ്സിൽ എന്തൊക്കെ സംഭവിച്ചു? വായിച്ചു. പിന്നെ ബുക്ക്, എന്താ പറയാ, കഥാ ബുക്ക്, എന്താ പറയാ ബെഞ്ചിലിരുത്തിയിട്ട് ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ കഥാ ബുക്ക് വായിക്കണ പോലെ വീഡിയോ എടുപ്പിച്ചു. വായിക്കണ പോലെയാണല്ലോ, വായിച്ചിട്ടല്ലോ. വായിച്ചു കുറച്ചൊക്കെ വായിച്ചു. പൊന്നെന്റെയോ? എന്റെ ക്ലാസ്സില് ഒരു റീഡിംഗ് കോർണർ ഉണ്ടാക്കി. അതായത് ഒരുപാട് ലൈബ്രറി ബുക്സ് ഒരു പ്ലേസിൽ വെക്കും. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ എടുത്ത് വായിക്കാം. അങ്ങനെ ഒരു കോർണർ ഉണ്ടാക്കി. നല്ല ബുക്സ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ വായനാദിനം എന്ന് പറയുമ്പോഴേ ബുക്സ് വായിക്കുക, പുസ്തകം വായിക്കുക. ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പ്രശ്നം എന്താ അറിയുമോ? ബുക്സ് വായിക്കൽ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി ബുക്സ് വായിക്കലാണ്. അതിലത്തെ ഒരു പരിപാടി പറയാം. ടെൻഷൻ ഒഴിവാക്കാനുള്ള ഒരു കാര്യം. കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്പോർട്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ബുക്സ് വായിക്കലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടെൻഷനും ബുക്സും കൂടിയിട്ടാവുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു സ്റ്റോറി വരുന്നുണ്ട് ഉപ്പച്ചിയുടെ മനസ്സിൽ. ആ സ്റ്റോറിയാണ് പറഞ്ഞല്ലോ. പറയട്ടെ? അപ്പോൾ നമ്മൾ ആ സ്റ്റോറി പറയാൻ പോവാണ്. അപ്പോൾ ഒരു കഥ സൊല്ലട്ടുമാ? സൊല്ലിക്കോ. ഓക്കെ, അപ്പോൾ കഥ പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് ഇടാം ടെൻഷനും പുസ്തകവും എന്നൊക്കെ ആക്കാം അല്ലേ? വേണ്ട, മോശമാവും. ഇഷ്ടം പോലെ ആൾക്കാർ ചിലപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ കുഞ്ഞും പൊന്നൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് കേൾക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോറി പറയാണ്. ഓക്കെ? അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. സ്പൂൺ എങ്ങനത്തെ? മറ്റേ സ്പൂൺ കൊണ്ടല്ലോ, ഒരു സ്പൂൺ വേറെ അതെടുത്തേ. ഉപ്പച്ചിനെ വീഡിയോ എടുക്കുമോ? പിടിക്കുമോ? എന്നിട്ട് നമുക്ക് ഞാൻ ഒരു മാജിക് കാണിക്കാൻ പറ്റും നോക്കാം. അതുകൊണ്ട് ഒരു മിനിറ്റ് പറഞ്ഞിട്ട്. ഓക്കെ, റണ്ണിങ് അല്ലേ? വേണ്ടില്ലേ? ഒരു ഇത് കണ്ടില്ലേ? ഒരു സ്പൂണല്ലേ? കറക്റ്റ് കിട്ടുന്നില്ല സ്പൂൺ. ഈ സ്പൂണ് നമുക്ക് വളയ്ക്കാൻ പറ്റും നോക്കാം.
നോക്കിയേ സ്പൂൺ. അത് വളഞ്ഞല്ലോ. വളഞ്ഞില്ലേ? അടിപൊളിയുണ്ട്. മാജിക്. ഓക്കെ ഓക്കെ ഓക്കെ, അത് നേരെയാക്കി. അപ്പോൾ ഉപ്പച്ചി കഥ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ കഥ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആവാൻ ഒരു കാരണം അത്ര കരുതിയാൽ മതി. കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. കേട്ടവർ ക്ഷമിക്കുക, അല്ലാത്തവർ കേൾക്കുക, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരിക്കലെടുത്ത് ഒരു ബാലൻ ഉണ്ടായിരുന്നു, ഒരു കുട്ടി, നിങ്ങളെ പോലത്തെ ഒരു ബാലൻ. ആ കുട്ടി ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു. ടെൻഷൻ കയറി ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ബുദ്ധ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. ആ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഗുരുവേ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും മിണ്ടിയില്ല. ഈ ബാലൻ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് ഉള്ളിലേക്ക് പോയി. ബാലൻ കരുതി എന്തത് ഒന്നും മിണ്ടാതെ പോയല്ലോ എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു തിരിച്ചു വന്നു. കയ്യിൽ ഒരു ഗ്ലാസും ആയിട്ടാണ് ഗുരു തിരിച്ചു വന്നത്. അപ്പോൾ ബാലൻ ചോദിച്ചു, എന്താണ് ഗുരു കയ്യിൽ ഗ്ലാസ്? അപ്പോഴും ഒന്നും മിണ്ടിയില്ല കേട്ടോ. എന്നിട്ട് പതിയെ ആ ഗ്ലാസ്, അങ്ങനെ ഗ്ലാസുമായിട്ട് വന്ന ഗുരു ഈ ഗ്ലാസ് സ്വന്തം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ ഗ്ലാസ് ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 മിനിറ്റ് വയ്ക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ബാലൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, ഗ്ലാസ് 5 മിനിറ്റ് കയ്യിലിരുന്നാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല എൻ്റെ കൈക്ക്, സോറി ഗുരുവിൻ്റെ കൈക്ക്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് ഞാനൊരു 1 മണിക്കൂർ നേരം ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ആ ഗ്ലാസ് പിടിച്ച് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൈ കഴയ്ക്കും, അല്ലേ? അല്ല കുഞ്ഞാ, ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നാൽ കൈ കഴക്കില്ലേ? അപ്പോൾ യെസ്, അപ്പോൾ കൈ കഴയ്ക്കും എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാനിത് ഒരു ദിവസം മുഴുവനും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് ചോദിച്ചു. ഒരു കൂട്ടുകാരെ പഠിക്കാൻ നമുക്ക് നൈസായിട്ട് പൊന്നനും കുഞ്ഞനും മുങ്ങി. കാണാനില്ലല്ലോ ആ സ്ഥലത്ത്, പൊന്നനെയും കുഞ്ഞനെയും കാണാനില്ല. ഓക്കെ, വീണ്ടും വരൂ. വീണ്ടും വന്നു. പേടിയാണ് കേസില്ലേ? അപ്പോൾ ഒരു ദിവസം മുഴുവനും ആ ഗ്ലാസ് കയ്യിൽ പിടിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ബാലൻ പറഞ്ഞു, ചിലപ്പോൾ അങ്ങയുടെ കൈ നന്നായി വേദനിച്ച് പൊട്ടാനോ അതിന് എന്തെങ്കിലും സംഭവിക്കാനോ സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ കൈ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മുഴുവനും ഈ ഗ്ലാസ് പിടിച്ചു വെച്ചാൽ എൻ്റെ കൈക്ക് അംഗവൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും കൈ പൊട്ടുക, അങ്ങനത്തെ എല്ല് പൊട്ടുക, അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്രയും നേരം ഗ്ലാസ് പിടിച്ചു വെച്ചാൽ. ഒരാഴ്ച പിടിച്ചു വെച്ചാൽ എന്താവും എൻ്റെ അവസ്ഥ? കൈയിൻ്റെ പണി തീരുമാനമാവും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്ര നേരം ഞാൻ പിടിച്ചു വെക്കണോ ഈ കയ്യിൽ? വേണ്ട ഗുരു, ആ ഗ്ലാസ് എടുത്തിട്ട് അങ്ങ് പതിയെ എടുത്ത് പുറത്ത് വെച്ചോളൂ ഇപ്പം തന്നെ. ഇപ്പം എന്തെന്ന് മനസ്സിലാക്കിയെന്ന്? അതായത് നമുക്കുണ്ടാകുന്ന ടെൻഷൻ അപ്പം തന്നെ എടുത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ് കണ്ടില്ലേ, ഗ്ലാസ് വെച്ചു തൊട്ട അപ്പം തന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഗ്ലാസ് എടുത്ത് വെച്ചാൽ ആ ടെൻഷൻ, സോറി ആ ഗ്ലാസ് മൂലം നമുക്ക് കൈക്ക് ഒന്നും പറ്റില്ല. പക്ഷേ കുറേ നേരം വെച്ചാലോ എന്ത് സംഭവിക്കും? അംഗവൈകല്യം സംഭവിക്കും. വീണ്ടും വരുന്നു. ഇല്ല, പട്ടി പോകട്ടെ, കഥയ്ക്ക് ശല്യമായി പട്ടി വന്നിരിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് എന്താന്ന്? അതായത് ഈ ടെൻഷൻ ഈ ഗ്ലാസ് ആണെന്ന് കരുതുക, ഈ ടെൻഷൻ ഈ ഗ്ലാസ് ആണെന്ന് കരുതുക. ഈ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ പുറത്ത് വെച്ചപ്പോൾ നമുക്ക് കൈക്ക് ഒന്നും പറ്റിയില്ല. അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഓരോ ടെൻഷൻസും, അല്ല കുഞ്ഞാ,
അപ്പം തന്നെ മനസ്സിലേക്ക് വരുമ്പോൾ അതെടുത്ത് ഈ ഗ്ലാസ് പുറത്തേക്ക് വെച്ച പോലെ തന്നെ ആ ടെൻഷൻ എടുത്ത് പുറത്ത് വെച്ച് നോക്കിയേ. അതിങ്ങനെ 1 മണിക്കൂർ വെച്ചു ആ ടെൻഷൻ മനസ്സിൽ. ഒരു ദിവസം മുഴുവൻ വെച്ചു, ഒരു ആഴ്ച വെച്ചു. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, മനസ്സിനെ പിടിച്ച് കിട്ടാൻ പറ്റാത്ത ലെവലിലേക്ക് ഒക്കെ എത്തുക, പല പല ആപത്തുകൾ സംഭവിക്കുക അല്ലേ. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഗ്ലാസ് എടുത്ത് വെച്ച പോലെ തന്നെ ടെൻഷനും എടുത്ത് പുറത്ത് വയ്ക്കുക. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ലൈക്ക് ചെയ്തേ. കമോൺ. അത് ഞാൻ പറയാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് കഥയ്ക്ക് ലൈക്ക് ചെയ്താ. അത് നന്നായി, കിട്ടില്ല അതിൻ്റെ അത്. അതൊക്കെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യാൻ പറഞ്ഞ അപ്പൊ പറയുന്നത് അത് പഠിച്ചു വെച്ചേക്കല്ലേ. നല്ല ആൾക്കാരാട്ടാ. കിട്ടില്ല കഥയ്ക്ക് ലൈക്ക്. മീനെ നോക്കൂ, കുഞ്ഞു മീനുകൾ. തവളക്കുട്ടിയാ? ഇത് തവളക്കുട്ടിയാണോ അതോ മീനിന്റെ കുട്ടിയാണോന്ന്? മീൻ തന്നെ ആയിരിക്കുള്ളൂ അല്ലേ? മീൻ തന്നെയാണ്. നിങ്ങൾ കമന്റ് ചെയ്യണം. മീൻ തന്നെയാണ് കേട്ടോ. മീന അറിയണ്ടല്ലേ? കൊറേ ഉണ്ട്. കുഞ്ഞാ ഇഷ്ടപ്പെട്ട കുഞ്ഞാ? ഗപ്പിയുടെ കുട്ടികളെ പോലെ. അപ്പൊ നമുക്ക് കഥയൊക്കെ കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് പോയാലോ? ഇനി ഉപ്പച്ചിട്ടൊരു മാജിക്ക് പോകാൻ കഴിഞ്ഞു. ഇനി വേണം അവരോടെയും ഒരു കാർഡ് വെച്ചിട്ടൊരു മാജിക് ചെയ്തിട്ട് അവസാനിപ്പിക്കാം വേണമെങ്കിൽ. അതൊന്നും നമുക്ക് നെക്സ്റ്റ് വീഡിയോ മതിയാ? നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ മാജിക് അല്ലേ, കാർഡ്സിൻ്റെ ഒരു മാജിക് ചെയ്യാം. പിന്നെ ഇപ്പോൾ എന്താണ് ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഈ വീഡിയോ കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. മറ്റേ സാധനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഏത് സബ്സ്ക്രൈബ് ഒക്കെ. അപ്പോൾ ഓക്കെ ബൈ എല്ലാവർക്കും.